തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ശ്രീകണ്ഠേശ്വരത്ത് നിന്ന് ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീകണ്ഠേശ്വരം. അവിടേക്ക് ശിവരാത്രി ദിനത്തിൽ തീർത്ഥാടകരുടെ ഒരു തിരക്ക് എങ്ങനെയാണ്? നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണ്. ഇവിടെ രാവിലെ തന്നെ വൻ ഭക്തജന തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ പുറകിൽ ഇപ്പോൾ കാണുന്ന ക്ഷേത്രത്തിൽ നിരവധി ഭക്തരാണ് ഇപ്പോൾ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 5 മണി മുതൽ തന്നെ ഇവിടെ ഭക്തജനങ്ങളുടെ വൻ പ്രവാഹം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചരിത്രപ്രധാനമായൊരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ തിരുവിതാംകൂറിലെ വളരെ ചരിത്ര പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ എന്ന് പറയുമ്പോൾ പാർവതിയെയും ഗംഗയെയും പാർശ്വങ്ങളിൽ ഇരുത്തി ദർശനം നൽകുന്ന ഒരു അപൂർവ സങ്കല്പങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. മഹാദേവനെ കാണാനായി അതിരാവിലെ തന്നെ ഭക്തജനങ്ങളുടെ വൻ പ്രവാഹം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ക്ഷേത്രത്തിൽ നിരവധി കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി പേരാണ് മഹാദേവനെ ദർശിക്കാനായി അതിരാവിലെ തന്നെ ഇറനോടെ കുളിച്ച് അതിരാവിലെ തന്നെ അമ്പലത്തിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധി ഭക്തരാണ് രാവിലെ ഒരു നോക്ക് നമ്മുടെ പരമശിവനെ കാണാനായി, മഹാദേവനെ ദർശിക്കാനായി എത്തിയിരിക്കുന്നത്. മഹാശിവരാത്രി കുംഭമാസത്തിലെ മഹാശിവരാത്രി ദിനമായ ഇന്ന് ഇത്രത്തോളം ഇനിയും ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആരും പോകുന്നില്ല മഹാദേവനെ കാണാനായി. ക്യൂവിൽ ഒത്തിരി നേരമായി നിന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അവരെല്ലാവരും കണ്ട് മടങ്ങാനാണ് അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഭജനയായി ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. മഹാദേവനെ അർപ്പിക്കാനായി രാവിലെ തന്നെ 4 മണി മുതൽ തന്നെ ഭജനകളും അതുപോലെ തന്നെ നിരവധി പൂജാതി കർമ്മങ്ങളും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ അവിടെ ഇപ്പോൾ ശിവരാത്രി അനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിഖിൽ, ശിവരാത്രിയോടനുബന്ധിച്ചുള്ള നിരവധി ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിരാവിലെ തന്നെ പൂജകളും അതുപോലെ തന്നെ നിരവധി ആരാധനകളും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 108 ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുവനന്തപുരത്തെ ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ അതിരാവിലെ തന്നെ പുലർച്ചയോടുകൂടി പൂജകളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ്. ഭക്തർ ശിവരാത്രി വ്രതമെടുക്കുന്നതിനായി രാവിലെ തന്നെ വ്രതശുദ്ധിയോടെ മഹാദേവനെ ഒരു നോക്ക് ദർശിച്ചതിന് ശേഷം പൂജകളും മറ്റു കാര്യങ്ങളും എല്ലാം മുറ പോലെ എടുത്ത് ഭഗവാനെ കാണാനായിട്ട് എത്തിച്ചേരുന്നൊരു കാഴ്ച കൂടിയാണ്. ഇപ്പോൾ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുംഭമാസത്തിലാണ് ഇങ്ങനെ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. ഇന്ന് രാത്രിയും അതുപോലെ തന്നെ തുടർന്നുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഇവിടെ വളരെ നിറവേറിയ പൂജകളും അതുപോലെ തന്നെ മറ്റ് ആചാര കർമ്മങ്ങളും എല്ലാം തന്നെ ഇവിടെ നടക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു മഹാദേവനെ ഒരു നോക്ക് കാണാനായി. വളരെ വലിയ തിരക്കാണ് ഇവിടെ ക്ഷേത്രത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. എനിക്ക് ശരി ശ്രീനന്ദ, ഇപ്പോൾ എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന മഹാപരിക്രമ ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സംസ്ഥാനത്ത് വിവിധ ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നും ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള നടക്കുന്ന മഹാപരിക്രമ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ.
എന്തായാലും നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ വടക്കുംനാഥ മഹാശിവക്ഷേത്രം. എന്തായാലും ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന മഹാപരിക്രമയുടെ ഉദ്ഘാടനത്തിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ടെത്തിയിട്ടുണ്ട്. IM വിജയൻ അടക്കമുള്ള ആളുകളും മറ്റ് സാംസ്കാരിക പ്രവർത്തകരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടി ആരംഭിക്കും. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. 3 മണിക്ക് തന്നെ ആചാരവിധിയോടുകൂടി നട തുറന്നു. പഞ്ചവാദ്യം ഉൾപ്പെടെയുള്ള വാദ്യഘോഷങ്ങളും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. മാത്രമല്ല ഉച്ചസമയത്ത് പതിവ് പോലെ തന്നെ അന്നദാനവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ചടങ്ങുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കലാപരിപാടികളും വലിയ രീതിയിൽ തന്നെ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ വടക്കുംനാഥനെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളുടെ ഒരു പഴക്കമുള്ള ക്ഷേത്രമാണ്. വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഓരോ ദിവസവും വടക്കുംനാഥനിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നതെങ്കിൽ ഇന്ന് ഒരുപക്ഷെ അതിൽ ഏതാണ്ട് 10,000-ഓളം ആളുകളെയാണ് പൊതുവെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചടങ്ങുകളും അതുപോലെ തന്നെ വിവിധ പൂജാ രീതികളോടും കൂടി തന്നെയായിരിക്കും ഇന്ന് വടക്കുംനാഥനെ എന്തായാലും ഈ ഭക്തജനങ്ങൾ കണ്ട് തൊഴുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അകത്ത് വടക്കുംനാഥനെ ദർശിക്കുകയാണ്. ഏതാണ്ട് ഒരു 5 മിനിറ്റിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് വരികയും തുടർന്ന് ഈ മഹാപരിക്രമം ഈ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ മഹാപരിക്രമം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. നിഖിൽ, അനന്ത്, നമുക്കറിയാം തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് തൃശ്ശൂർക്കാർക്ക് വടക്കുംനാഥൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ മുതൽ തന്നെ ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ അവിടേക്കുണ്ട് അല്ലേ? ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടി തന്നെ നട തുറന്നിരുന്നു. അതായത് ആചാരവെടി, നിയമവെടി, അതുപോലെ തന്നെ നിർമ്മാല്യ ദർശനവും എല്ലാം 3 മണിക്ക് ശേഷം തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. 3:15 നെയ്യഭിഷേകവും നിറമാലയും ദീപാലങ്കാരങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോൾ 7 മണിയോട് കൂടി തന്നെ 1001 കഥനവെടികൾ ഈ ക്ഷേത്ര മൈതാനിയിൽ പൊട്ടിക്കും. അതുപോലെ തന്നെ 8 മണിക്ക് പഞ്ചവാദ്യം ഉണ്ടായിരിക്കും. പ്രശസ്ത കലാകാരന്മാർ തന്നെയാണ് ഈ പഞ്ചവാദ്യത്തിൽ പങ്കെടുക്കുന്നത്. രാവിലത്തോടു കൂടിയുള്ള പരിപാടികൾ, അതുപോലെ ക്ഷേത്രത്തിന്റെ പരിപാടികൾ അതോടുകൂടി അവസാനിക്കും. തുടർന്ന് വൈകിട്ട് 6 മണിക്കാണ് ലക്ഷദീപം. ഈ ക്ഷേത്രത്തിന് ചുറ്റും ലക്ഷദീപം തെളിയിക്കും. ഭക്തജനങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ചേർന്നായിരിക്കും ഈ ലക്ഷദീപം തെളിയിക്കുന്നത്. വൈകിട്ടും ഈ 1001 കഥനവെടി ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ രാത്രി 10:00 കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഈ അശോകേശ്വരം തേവരെ, അതുപോലെ തന്നെ ചെമ്പുക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി എന്നിവരുടെ എഴുന്നള്ളിപ്പ് ഷൊർണൂർ റോഡിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് എത്തും. ഈ തൃപ്രയാർ രമേശന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോട് കൂടി തന്നെയായിരിക്കും ഈ ഒരു എഴുന്നള്ളിപ്പ് ഉണ്ടാവുക. തുടർന്ന് ശ്രീമൂലസ്ഥാനം വരെ ഈ കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന പാണ്ഡിമേളം ഉണ്ടായിരിക്കും. അപ്പോൾ ആ തലത്തിൽ വാദ്യഘോഷങ്ങളോടുള്ള ഒരു അകമ്പടിയോട് കൂടി തന്നെയാണ് ഇന്നത്തെ ഈ ശിവരാത്രിയുടെ എല്ലാ കാര്യങ്ങളും വടക്കുംനാഥനിൽ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കുണ്ട്. രാത്രി 1 മണിക്ക് എല്ലാ എഴുന്നള്ളിപ്പുകളും മതിലിനകത്ത്, അതായത് വൃക്ഷഭാഗത്ത് എത്തുന്നു. തുടർന്ന് 1:15 തൃപ്പുക ആയിരിക്കും. അതിനുശേഷമായിരിക്കും ഇന്നത്തെ നടയടയ്ക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു മണ്ണിൽ നിൽക്കുമ്പോൾ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം, എല്ലാ ദിവസത്തിനേക്കാൾ എന്തോ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും ശിവരാത്രി തന്നെയാണ്. ആ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വടക്കുംനാഥൻ ദർശിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. തുടർന്ന് ഞാൻ ഈ നിൽക്കുന്ന ശ്രീമൂലസ്ഥാനത്ത് വെച്ചായിരിക്കും ഈ മഹാപരിക്രമയുടെ ഉദ്ഘാടനം നടത്തുക.